ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറിലെ ചാപ്റ്റർ 13 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ചാപ്റ്റർ 13 പേര് ജനപദാസ് ആൻഡ് മഹാജനപദാസ്. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചാപ്റ്ററിന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ആ ഒരു പീരീഡുകളോളം നമ്മൾ നോക്കിയിട്ടുള്ളത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ 3 ബ്ലോക്ക് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത് ബ്ലോക്ക് 4 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ബ്ലോക്ക് 4 ഇന്ത്യ 16th സെഞ്ചുറി എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങോട്ട് കൂടെയുള്ള അതിൽ ഒരു യൂണിറ്റ് 30 ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ ബ്ലോക്ക് 4 ആണ്, ശ്രദ്ധിച്ചിരിക്കും. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ജനപദാസ് ആൻഡ് മഹാജനപദാസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ആ ഒരു പീരീഡുകളിൽ 12ഓളം ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 12 ചാപ്റ്ററോളം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് 13ാമത്തെ ചാപ്റ്റർ ആണ്. ജനപദങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ജനപദങ്ങൾ, അതായത് ജനപദങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കാശി, അങ്ക, മഗധ, അതുപോലെ കോസലം, അങ്ങനെയുള്ള കുറേ ജനപദാസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ 10th പഠിക്കുമ്പോൾ 10th ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രത്തോളം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു മാപ്പ് ഇങ്ങനെ വരച്ചിട്ടൊക്കെ. അപ്പം അതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ നെയിം ഓഫ് ദ മഹാജനപദാസ് വിത്ത് ദ നെയിം ഓഫ് ദ ക്യാപിറ്റൽ. നിങ്ങൾക്ക് എക്സാമിന് 2 സൈഡിലായിട്ട് ഒരു A എന്നും ഒരു B എന്നും ഒരു കോളം കാണും. അതില് എന്താണ്, ഈ ഒരു സൈഡില് നമ്മുടെ ജനപദാസും അപ്പുറത്തെ സൈഡില് അതിന്റെ ക്യാപിറ്റൽസും കൊടുത്തിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബോർഡിന്റെ ഒരു കുറവ് കാരണം നമുക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. എങ്കിലും നിങ്ങൾ നോക്കുക, ഒരു ടേബിള് ഈ ഒരു സൈഡിൽ, അടുത്ത ടേബിൾ ആ സൈഡിൽ, അതായത് 2 ടേബിളാണ്. 2 ടേബിളിൽ ഒന്നാമത്തേതില് നമ്മൾ എന്താണ് ജനപദങ്ങൾ എന്ത് ചെയ്യും, എഴുതും. രണ്ടാമത്തേതിൽ ക്യാപിറ്റൽ. ഇത് തിരിച്ചും മറച്ചു വിട്ടേക്കും. അതായത് കാശി എന്ന് എഴുതിയിട്ട് വൈശാലി. പക്ഷേ കാശിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വൈശാലി അല്ല, വാരണാസിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കാശിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാരണാസിയാണ്. അടുത്തതില് അങ്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചമ്പ. അങ്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചമ്പ. അടുത്തത് വാജിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വൈശാലി. വാജിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? വൈശാലി. അടുത്ത് എന്താണ്? വാസ്തയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൗസാംബി. വാസ്തയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൗസാംബി. അങ്ങനെ എന്താണ്, 4 എണ്ണമാണ് ഉള്ളത്. 4 എണ്ണം. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, കാശി, വാരണാസി. ഇതിപ്പോ ഞാൻ ഇത് ഈസി വേയില് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എന്താണ് ചേരുംപടി ചേർക്കുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഫസ്റ്റ് കാശിയുടെ ക്യാപിറ്റൽ ഏതാണ്? വാരണാസി. കാശിയുടെ ക്യാപിറ്റൽ വാരണാസി. പിന്നെ അങ്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചമ്പയാണ്. അങ്കയുടേത് ചമ്പ. വാജി എന്ന് പറയുന്നത് എന്താണ്? വൈശാലി വാരണാസി തമ്മിൽ തിരിഞ്ഞു പോകരുത്. വാജി എന്ന് പറയുമ്പോൾ വൈശാലി. രണ്ടാമത്തെ വാസ്ത എന്ന് പറയുന്നത് കൗസാംബി. വാസ്ത എന്ന് പറയുന്നത് ഏതാണ്? കൗസാംബി. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ശൂദ്രാസ് സ്റ്റാറ്റസ് ആൻഡ് ദാസാസ് ഇൻ ദിസ് പീരീഡ്. ശൂദ്രര് നിങ്ങൾക്കറിയാം, വർണ്ണാസ് പഠിക്കുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 തരത്തിലുള്ള എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലെ? ആ ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 തരത്തിൽ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ആർക്കാണ്? ശൂദ്രർക്കാണ്. അവിടെ എന്താണ് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദ റോൾ ഓഫ് ദ ശൂദ്രാസ് ഈസ് ടു വർക്ക് ഫോർ ദ അതർ വർണ്ണാസ് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം വിച്ച് ഈസ് ദ വൈശ്യ, ക്ഷത്രിയ ആൻഡ് ബ്രാഹ്മൺസ. ഈ 3 പേരുടെ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ഇവർ 3 പേരും കഴിഞ്ഞിട്ട് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനാണ് ആർക്കുള്ളത്? ശൂദ്രന്മാർക്കുള്ളത്. അപ്പൊ ശൂദ്രരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? വളരെ പരിതാപകരമായിരിക്കും അല്ലെ? ലോവസ്റ്റ് പൊസിഷനാണ്, അത് മനസ്സിലാക്കി വെക്കാം. ലോവസ്റ്റ് പൊസിഷനാണ് ശൂദ്രർക്ക്. വൈൽ ഇന്ത്യ ഹാസ് എന്താണ് ഔട്ട്ലാൻഡ് കാസ്റ്റ് സിസ്റ്റം ഹാസ് മെയ്ഡ് ലീഗൽ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്. ഈ കാസ്റ്റിന്റെ അടിസ്ഥാനം, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞ ജാതിയിലുള്ളവരെയൊക്കെയാണ് എന്തായി കണക്കാക്കിയിരുന്നത്? ശൂദ്രന്മാരായിട്ട് കണക്കാക്കിയിരുന്നത്. അതായത് ബ്രാഹ്മണരൊക്കെ എന്താണ്, കുറച്ച് ഹൈ കാസ്റ്റ് ആയിരുന്നു അല്ലെ? ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഹൈ കാസ്റ്റ് ആണ്. അവരെങ്ങനെയാണ് പൂജാ കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥന, അതുപോലെ തന്നെ എന്താണ് ഹോമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവർ എന്താണ് ജാതിയിൽ ഉയർന്നവരാണ്. പക്ഷേ ഈ ശൂദ്രന്മാർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാസ്റ്റിൽ വളരെ എന്താണ് ലോവസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നവരാണ്. അതാണ് ഇവിടെ പറയുന്നത്.
The Shudras have traditionally comprised unskilled workers. Society have to expel സെർവ് അത് ദി വർണ്ണ. അപ്പൊ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഈ ശൂദ്രന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെർവ് ചെയ്യുക. ആരെ സെർവ് ചെയ്യുക? ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ, ഈ 3 ഡിപ്പാർട്ട്മെന്റിനെയും സെർവ് ചെയ്യുന്ന ഡ്യൂട്ടി, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക? സർവീസ് ചെയ്യുന്ന ഡ്യൂട്ടി, സേവിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? നമ്മുടെ ഈ ശൂദ്രന്മാർക്കാണ്. അപ്പൊ മനസ്സിലായി, ഈ 3 പൊസിഷനാണ്. ഈ 3 പൊസിഷനെയും സേവിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? ശൂദ്രന്മാർ ആണ്. അതാണ് സെർവ് എന്ന് പറയുന്നത്. അടുത്ത് there are the only caste accepted this other employment except loyal. അതായത് ഇവർക്ക് വലിയ എന്താണ് പൂജാ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഇല്ല. ഇവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ 3 പേരെ എന്ത് ചെയ്യുക? സേവിക്കുക, അവരുടെ അടിമകളായിട്ട് നിൽക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. അതുപോലെ സമൂഹത്തിൽ താഴ്ന്ന ജോലികളിൽ എന്ത് ചെയ്യുക? ഏർപ്പെടുക. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്? നീഡ്സ് ടു സേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ശൂദ്രാസ് ഇസ് ഓഫൺ ലെസ് ദാൻ other 3 varna. They are given discriminate against given fewer rights and ഇവർക്ക് വളരെ കുറഞ്ഞ അവകാശങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. കൂടിയ അവകാശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഈ മുകളിലുള്ള ബ്രാഹ്മണർ, ക്ഷത്രിയരും, വൈശ്യരും പറയുന്നത് എല്ലാം ഇവർ എന്ത് ചെയ്യണം? അനുസരിക്കണം. അതനുസരിച്ച് മാത്രമാണ് ജീവിതം എന്ത് ചെയ്യാനുള്ളത്? കൊണ്ടുപോകാനുള്ളത്. അല്ലാതെ ഇവരുടെ ഇഷ്ടത്തിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാനായിട്ട് കഴിയില്ല. ബ്രാഹ്മൺ പറയുന്നത്. അപ്പൊ ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇവർക്ക് ലഭിച്ചില്ല. ബാക്കിയുള്ളവര് ഹയർ പൊസിഷനിൽ ഏർപ്പെടുമ്പോൾ ഇവർ എങ്ങനെയാണ്? ലോവസ്റ്റ് ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഡിസ്ക്രിമിനേഷൻ നേരിട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദ റോൾ ഓഫ് ശൂദ്രന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അതർ വർണ്ണാസ്, മറ്റു വർണ്ണാസിനെ എന്ത് ചെയ്യുക? സേവിക്കുകയാണ്. പിന്നെ ഏതൊക്കെയാണ് 4 തരത്തിലുള്ള വർണ്ണാസ് എന്ന് പറയുന്നത്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതില് ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് ആർക്കാണ്? ശൂദ്രന്മാർക്കാണ്. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് ആർക്കാണ്? ശൂദ്രനാണ്. ഇവർക്ക് ലീഗൽ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഡിസ്ക്രിമിനേഷൻ നേരിട്ടിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത്, വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി? ഈ വർണ്ണ എന്ന് പറയുന്നതും ജാതി എന്നും പറയുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണ് വ്യത്യാസം എന്നാണ് നിങ്ങളുടെ 3ാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് വർണ്ണ? എന്താണ് ജാതി? ജാതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈ ബർത്ത് ആണ്. ജാതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബൈ ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ജാതി എന്ന് പറയുന്നത്. പക്ഷേ റിലീജിയൻ, മതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ല? അതായത് ഹിന്ദു മതത്തിലുള്ള ഒരാള് ക്രിസ്തു മതത്തിലോട്ട് കൺവെർട്ട് ചെയ്യാം, പോകാൻ കഴിയും അല്ലെ? അതുപോലെ ക്രിസ്തു മതത്തിലുള്ള ഒരാൾക്ക് ഹിന്ദു മതത്തിലുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യാം. അതാണ്. പക്ഷെ ജാതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാനായിട്ട് കഴിയില്ല. ജാതി നിങ്ങൾക്ക് അറിയാം, നാടാർ, നായർ, ഇങ്ങനെ കുറെ ഇങ്ങനെ നമുക്ക് ജാതി പറയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലെ? എങ്ങനെയൊക്കെയാണ്? ഒരുപാട് ജാതീസ് ഉണ്ട്. മുസ്ലിംസിലോ തന്നെയാണ് പലതരത്തിലുള്ള ജാതികളുണ്ട്. അതുപോലെ പല പേരുകളിൽ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ജാതി എന്ത് ചെയ്യില്ല? പറയില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? റിലീജിയൻ എന്ത് ചെയ്യാൻ നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷെ ജാതി എങ്ങനെയാണ്? ബൈ ബർത്ത് ആണ്. ജാതി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ബൈ ബർത്ത് ആണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ജാതി നമുക്ക് കൺവെർട്ട് ചെയ്യാനോ മാറ്റാനോ ആയിട്ട് കഴിയില്ല. വർണ്ണ ഇസ് ബ്രോഡ് സോഷ്യൽ ക്ലാസ് while jati specific subcaste within. Varna is based on occupation. Varna എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞില്ലേ, ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് കിട്ടുന്നത്? വർണ്ണ കിട്ടുന്നത്. അപ്പൊ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വർണ്ണങ്ങൾ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രാഹ്മണർ ചെയ്യുന്ന ജോലി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂജാ കാര്യങ്ങൾ ചെയ്യുക, ഹോമകാര്യങ്ങൾ ചെയ്യുക, യാഗങ്ങൾ ചെയ്യുക, പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഏർപ്പെടുക അല്ലെ? ഇവര് എപ്പോഴും നല്ല വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്ത് ബ്രാഹ്മണർ കഴിഞ്ഞ് ക്ഷത്രിയർ എന്താണ് ചെയ്യുന്നത്? അവരുടെ ഉപജീവനമാർഗം, അവരുടെ എന്താണ് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് മേഖലയിലാണ് ഏർപ്പെടുന്നത്? യുദ്ധം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്താണ് സൈന്യ മേഖലയിലൊക്കെ ഏർപ്പെടുന്നവരെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ക്ഷത്രിയർ എന്ന് പറയുന്നത്. അപ്പം ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ എങ്ങനെയാണ്? വൈശ്യർ എന്ന് പറഞ്ഞാൽ കച്ചവട മേഖലകളിൽ, വാണിജ്യപരമായ മേഖലകളിൽ ഒക്കെ ഏർപ്പെടുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? വൈശ്യർ എന്ന് വിളിക്കുന്നത്. അപ്പൊ വൈശ്യർ ആയി. ശൂദ്രൻ എന്ന് പറയുമ്പോൾ ഈ 3 വിഭാഗങ്ങളെയും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ 3 വിഭാഗങ്ങളെ എന്ത് ചെയ്യുക? സേവിക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുന്നത്? ശൂദ്രന്മാരെന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് എന്താണ് വർണ്ണ എന്ന് ചോദിച്ചാലും എന്താണ് ജാതി എന്ന് ചോദിച്ചാലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഒന്നുകൂടെ, ജാതി എന്ന് പറയുന്നത് ബൈ ബർത്ത് ആണ് അല്ലെ? ബൈ ബർത്ത് ആണ്, ഒരു സബ് കാസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വർണ്ണ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ, ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്? വർണ്ണ വരുന്നത്. ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്? വർണ്ണ വരുന്നത്. ഓക്കെ. ഇനി ദ വേർഡ് വർണ്ണ മീൻസ് കളർ. വർണ്ണയുടെ അർത്ഥം എന്താണ്? കളർ എന്നാണ് അർത്ഥം. നമ്മുടെ വർണ്ണയുടെ
മീൻ ചെയ്യുന്ന എന്താണ്? വർണ്ണയുടെ അർത്ഥം എന്ന് പറയുന്നത് കളർ, ടിന്റ്, ഡൈ ഓർ പിഗ്മെന്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇറ്റ് റിഫേഴ്സ് ടു 4 social classes in ഹിന്ദു സൊസൈറ്റി. ഹിന്ദു സൊസൈറ്റിയിൽ 4 തരത്തിലുള്ള ക്ലാസ്സസ് ഉണ്ട്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള വർണ്ണങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. വർണ്ണ ഈസ് ആൻ ആൻഷ്യന്റ് ഡിവിഷൻ ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ വേദാസ്. ഈ വർണ്ണ ഒറിജിൻ ചെയ്തിട്ടുള്ളത് വേദങ്ങളിൽ നിന്നാണ്. പണ്ട് കാലഘട്ടത്തിൽ വൈദിക കാലഘട്ടത്തിൽ നിന്നൊക്കെയാണ് എന്ത് വന്നിട്ടുള്ളത്? വർണ്ണാസ് ഉദയം ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം എന്താ അവിടെ പറയുന്നത്? വർണ്ണാസ് ഉദയം ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെ, ഓക്യുപ്പേഷന്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണാസ് എന്ത് ചെയ്യുന്നത്? ഉദയം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാ ഇവിടെ പറയുന്നത്. വേർഡ് വർണ്ണ മീൻസ് കളർ, ടിൻ, ഡൈ ഓർ പിഗ്മെന്റ്. എങ്ങനെയൊക്കെയാണ് വർണ്ണയുടെ അർത്ഥം എന്ന് പറയുന്നത്? വർണ്ണയുടെ അർത്ഥം എന്ന് പറയുന്നത് കളറാണ്, അല്ലെ, കളർ എന്ന് പറയാം, ടിന്റ് എന്ന് പറയാം, ഡൈ എന്ന് പറയാം, അല്ലെങ്കിൽ പിഗ്മെന്റ്. പിഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പിഗ്മെന്റേഷൻ എന്ന് പറയില്ലേ, നിറവ്യത്യാസം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എന്തിനുമായിട്ട് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു? ഈ മീനിങ്, ഈ പദങ്ങളെല്ലാം വർണ്ണയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത് എന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്ര. ഇതാണ് നമ്മുടെ 4 തരത്തിലുള്ള വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ വർണ്ണങ്ങൾ എപ്പോഴാണ് ഉദയം ചെയ്തത്? വേദങ്ങളിൽ നിന്നാണ് ഉദയം ചെയ്തത്. എന്തിൽ നിന്നാണ് ഉദയം ചെയ്തത്? വേദങ്ങളിൽ നിന്നാണ്. ഇനി എന്താണ് ജാതി? ജാതി എന്ന് പറയുന്നത് വേർഡ് ജാതി കംസ് ഫ്രം സാൻസ്ക്രിറ്റ് വേർഡ്. സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ്, ഒരു മിനിറ്റ്, സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ജാതി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉദയം ചെയ്തിട്ടുള്ളത്. അപ്പൊ സംസ്കൃത് വേർഡിൽ നിന്നാണ് ജാതി എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ജാതി വിച്ച് മീൻസ് ബോൺ. ഞാൻ പറഞ്ഞില്ലേ, ജാതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈ ബർത്ത് അല്ലെങ്കിൽ ബോൺ. ബോൺ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജാതി എന്ന് പറയുന്നത്. പിന്നെ റിഫേഴ്സ് ടു സോഷ്യൽ ഗ്രൂപ്പ്, സബ് കാസ്റ്റ് വിത്തിൻ വർണ്ണ ക്ലാസ്. ജാതി ഇസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു കോൺസെപ്റ്റ് ധർമ്മ ആൻഡ് കർമ്മ. ജാതി കർമ്മയിലും ധർമ്മയിലും എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ അടുക്കം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ധർമ്മം എങ്ങനെയാണ്? ജാതിയിലും അതുപോലെ തന്നെ എന്താണ് ധർമ്മം എങ്ങനെയാണ്? ധർമ്മയും കർമ്മയും ജാതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ ദ വേർഡ് ജാതി എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വന്നത്. അപ്പൊ സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് വന്നതാണ് എന്ത്? ജാതി എന്ന് പറയുന്നത്. ജാതിയുടെ അർത്ഥം എന്താണ്? ബോൺ, അല്ലെ? ജാതിയുടെ അർത്ഥം എന്ന് പറയുന്നത് ബോൺ എന്നാണ്. ജാതി റിഫേഴ്സ് ടു സോഷ്യൽ ഗ്രൂപ്പ്സ്. ജാതി എങ്ങനെയാണ്? പലതരത്തിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ എന്താണ്? ജാതി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ധർമ്മയുമായിട്ടും കർമ്മയുമായിട്ടും വളരെയധികം ക്ലോസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വാട്ട് വേർ ദ 16 ജനപദാസ്. 16 ജനപദാസങ്ങളുണ്ട് നമുക്ക്. എത്ര എണ്ണമാണ് ഉള്ളത്? 16 ജനപദാസ്. ഏതൊക്കെയാണ് ആ 16 ജനപദങ്ങൾ? അംഗ, മഗധ, വാജി. ഒന്നുകൂടെ, ഒന്നാമത്തത് അംഗ, രണ്ടാമത്തത് മഗധ, മൂന്നാമത്തത് വാജി, നാലാമത്തത് മല്ലാസ്, അഞ്ചാമത്തത് കാശി, ആറാമത്തത് കോസല, 7 വത്സ്യ, 8 കുരു, 9 പാഞ്ചാല, പിന്നെ എന്താണ് 10 മത്സ്യ, 11 ശൂരസേന, 12 ഗാന്ധാര, 13 കംബോജ, 14 അവന്തി, 15 ചേതി, 16 അശ്മക അല്ലെങ്കിൽ അസ്മക. ഓക്കെ, ഇത്രയുമാണ് 16 നമ്മുടെ ജനപദങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നുകൂടെ, അംഗ, മഗധ, വാജി, പിന്നെ എന്താണ് മല്ലാസ്, കാശി, കൗസല, വത്സ, പിന്നെ കുരു, പാഞ്ചാല, മത്സ്യ, ശൂരസേന, ഗാന്ധാര, കംബോജ, അവന്തി, ചേതി, അസ്മക അല്ലെങ്കിൽ അശ്മക. ഇങ്ങനെ 16 ജനപദങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇനി വാട്ട് ഡു യു മീൻ ബൈ ടേംസ് ഗ്രഹപതി ആൻഡ് സേതി? എന്താണ് ഗ്രഹപതി എന്നും പറയുന്നതും അതുപോലെ തന്നെ സേതി എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ പാലി ലിറ്ററേച്ചർ ദ ടേംസ് ഗ്രഹപതി ആൻഡ് സേതി. ഈ ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു? പാലിയിലായിരുന്നു, അല്ലെ? പാലി ലിറ്ററേച്ചർ ആയിരുന്നു ഈ ഗ്രഹപതി എന്ന് പറയുന്നതും സേതി എന്ന് പറയുന്നതും പാലി ലിറ്ററേച്ചറിലാണ്. ടു വെൽത്തി പീപ്പിൾ ഹു വെയർ ഇൻവോൾവ് ഇൻ ട്രേഡ്, മാനുഫാക്ചറിംഗ് ആൻഡ് ലോൺ ഓണർഷിപ്പ്. ഒരുപാട് സ്ഥലങ്ങള് സ്വന്തമായിട്ട് കൈകളിലുള്ളവരെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ഗ്രഹപതി എന്ന് വിളിച്ചത്. ഒരുപാട് സ്ഥലങ്ങളുള്ളവരെ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഗ്രഹപതി എന്നാണ് അറിയപ്പെട്ടത്. ഒരുപാട് ലാൻഡ് എന്ന് പറയുമ്പോൾ ധാരാളം നിലം, പുരയിടങ്ങൾ എന്തെങ്കിലും കൈകളിൽ ഉണ്ടായിരുന്നവർ. ഗ്രഹപതീസ് വെയർ ലാൻഡ് ഫോംസ്, ലാൻഡ് ഓണേഴ്സ് ഹു മാനേജ് അഗ്രികൾച്ചർ, വൈൽ സേതീസ് വെയർ ഹൈ ലെവൽ ബിസിനസ്മാൻ. ഈ സേതി എന്ന് പറയുന്ന ആരാണ്? ഹൈ ലെവലിലെ ബിസിനസ് മാനെയാണ് എന്ത് വിളിച്ചത്? സേതി എന്ന് വിളിച്ചിരുന്നത്. ഹു വെയർ ഇൻവോൾവ് ട്രേഡ് ആൻഡ് ലെൻഡിങ് മണി. ഇവരുടെ ജോലി എന്തായിരുന്നു?
ട്രേഡ് ചെയ്യുക. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാരം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? മണി ലെൻഡേഴ്സ് ആയിരുന്നു. മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പലിശയ്ക്ക് പണം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതികളിൽ എന്ത് ചെയ്യുക, ജീവിച്ചിരുന്നവർ ആണ് ഈ സേതി എന്ന് പറയുന്നവർ. അപ്പൊ ഒന്നുകൂടെ, വാട്ട് യു മീൻ ബൈ ടേംസ് ഗൃഹപതി ആൻഡ് സേതി എന്ന് പറയുന്ന പാലി ലിറ്ററേച്ചർ ആയിരുന്നു. ഇത് ഏത് ലിറ്ററേച്ചറിലുള്ളതാണ്? പാലി ലിറ്ററേച്ചറിലാണ്. ടേംസ് ഗൃഹപതി ആൻഡ് സേതി റിഫർ ടു വെൽത്തി പീപ്പിൾ ആണ്. ഇവർ എങ്ങനെയായിരുന്നു? വെൽത്തി പീപ്പിൾ. വെൽത്തി പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികപരമായിട്ട് നല്ല ഉയർന്നവരായിരുന്നു. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർന്നവരാണ്. എങ്ങനെയാണ്? ട്രേഡ് ചെയ്തും മാനുഫാക്ചറിങ് ചെയ്തിട്ടൊക്കെയാണ്. ഇവർക്ക് ലാൻഡ് ഓണർഷിപ്പ് ഉണ്ട്, ധാരാളം ലാൻഡ്, അതായത് ധാരാളം നിലങ്ങളും പുരയിടങ്ങളും സ്വന്തമായിട്ടുള്ളവരെ വിളിച്ചിരുന്ന പേരാണ് ഗൃഹപതി എന്ന് വിളിച്ചത്. അപ്പം ധാരാളം എന്താണ്? ലാൻഡും കാര്യങ്ങളും ഉള്ളവരെ എന്ത് പേരിൽ വിളിച്ചു? ഗൃഹപതി. സേതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബിസിനസ് മേനെയാണ് സേതി എന്ന് പറയുന്നത്. ബിസിനസ് മേനെയാണ് എന്ത് വിളിക്കുന്നത്? സേതി എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഡ്യൂട്ടി എന്താണ്? വ്യാപാരം ചെയ്യുക, അല്ലെങ്കിൽ വാണിജ്യ മേഖലകളിലേക്ക് പോവുക. അതുപോലെ ലെൻഡിങ് മണി, ധാരാളം എന്താണ്? മണി ലെൻഡേഴ്സ് ആയിട്ട് മാറുക, അല്ലെ? പലിശയ്ക്ക് പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ മണി ലെൻഡേഴ്സ് ആയിട്ട് മാറുക. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. ഗൃഹപതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എ വെൽത്തി ലാൻഡ് ഓണർ ആൻഡ് ഹൗസ് ഹോൾഡർ. വെൽത്തി ലാൻഡ് ഓണർ ഒന്നുകൂടെ നമുക്ക് നോക്കാം. വിശദമായിട്ട് നോക്കുവാണെങ്കിൽ ധാരാളം എന്തുള്ള സ്വത്തുള്ള, അല്ലെങ്കിൽ ധാരാളം നിലം പുരയിടം ഒക്കെ ഉള്ള കൈകളിലുള്ള വ്യക്തിയെ എന്ത് വിളിച്ചു? ഗൃഹപതി എന്ന് വിളിച്ചു. രണ്ടാമത്തത് എ മെമ്പർ ഓഫ് എ മെർച്ചന്റ് ഗിൽഡ്. മെർച്ചന്റ് ഗിൽഡ് എന്ന് പറയുന്നത് എന്താണ്? വ്യാപാര ശ്രേണികളിൽ എന്തായിരിക്കാം? മെമ്പർ കൂടെ ആയിരിക്കാം. ഗിൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രേണി, അല്ലെ? അപ്പൊ വ്യാപാര കൂട്ടത്തില് എന്തായിരിക്കാം? അംഗവുമുള്ള വ്യക്തിയായിരിക്കാം ഗൃഹപതി. അടുത്തത് എ പേഴ്സൺ ഹു ഓൺഡ് പ്രൈമർലി മീൻസ് പ്രൊഡക്ഷൻ സച്ച് എസ് ലാൻഡ്. ധാരാളം എന്തുണ്ട്? സ്വത്തുവകകൾ അല്ലെങ്കിൽ നിലം പുരയിടമൊക്കെ സ്വന്തമായ കൈകളിൽ വശിട്ടുണ്ട്. അടുത്തത് എ പേഴ്സൺ ഹു ഹാസ് ഇൻവോൾവ് ഇൻ ക്രാഫ്റ്റ് ആൻഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. ധാരാളം കരകൗശല കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലും അതുപോലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലും വളരെയധികം ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്? അഗ്രഗണ്യർ ആയിരുന്നു. അപ്പൊ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കൈത്തൊഴിലുകൾ അല്ലെങ്കിൽ കരകൗശല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ, നിർമ്മാണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം മുന്നിലായിരുന്നു. എ പേഴ്സൺ ഹു ഹാസ് ഗിവൻ ഹൈ സ്റ്റാറ്റസ് ബൈ ബുദ്ധ. ഇവർക്ക് ബുദ്ധ പീരീഡിൽ, ബുദ്ധ കാലഘട്ടത്തിൽ വളരെയധികം എന്ത് കിട്ടിയിരുന്നു? വളരെയധികം പ്രാധാന്യം, അല്ലെങ്കിൽ വളരെയധികം നല്ല പൊസിഷൻസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൃഹപതി ഒന്നുകൂടെ എ വെൽത്തി ലാൻഡ് ഓണർ ഓർ ഹൗസ് ഹോൾഡർ. മനസ്സിലാവുന്നുണ്ടോ? ധാരാളം നിലവും പുരയിടവും ഒക്കെ കൈകളിലുള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? എ വെൽത്തി ലാൻഡ് ഓണർ ആൻഡ് ഹൗസ് ഹോൾഡർ എന്ന് വിളിക്കുന്നത്. പിന്നെ എ മെമ്പർ ഓഫ് എ മെർച്ചന്റ് ഗിൽഡ്. ഇവർ എവിടെയാണ്? വ്യാപാര ശ്രേണികളിൽ എന്താണ്? കൂട്ടം കൂടിയിരുന്നു. എ പേഴ്സൺ ഹു ഓൺഡ് പ്രൈമറി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ലാൻഡ്. ധാരാളം ലാൻഡും കാര്യങ്ങളിലും ഇവർക്ക് എന്താണ്? ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഇവർ എന്തൊക്കെ ആക്ടിവിറ്റിയിലാണ്? ക്രാഫ്റ്റിലും മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിലൊക്കെ എന്താണ്? വളരെയധികം ഇവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ബുദ്ധ പീരീഡിലൊക്കെ ഇവർക്ക് വളരെയധികം ഹൈ സ്റ്റാറ്റസ് ആയിരുന്നു, ഉയർന്ന പൊസിഷൻ ഇവർക്ക് ലഭിച്ചിരുന്നു. ആർക്കാണ്? ഇവർക്ക് എന്ന് പറയുന്നത് ഗൃഹപതിക്ക്. ഇനി ആരാണ് സേതി നോക്കിക്കേ? ഹൈ ലെവൽ ബിസിനസ് മാൻ. മനസ്സിലായോ? ഹൈ ലെവൽ ബിസിനസ് മാനെയാണ് എന്ത് വിളിച്ചത്? സേതി എന്ന് വിളിച്ചത്. ഹു വാസ് ഇൻവോൾവ് ഇൻ ട്രേഡ് ആൻഡ് ലെൻഡിങ് മണി. ഇവർ എന്താ ജോലി ചെയ്യുന്നത്? നേരത്തെ പഠിച്ചില്ലേ നമ്മള്? വ്യാപാരം ചെയ്യുക, അതുപോലെ തന്നെ എന്താണ്? ലെൻഡിങ് മണി ലെൻഡേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായിട്ടൊക്കെ എന്ത് ചെയ്തു? കൃഷിക്കാരായിട്ടുള്ളവർ എന്ത് ചെയ്യും? കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കാശില്ലാതെ വരുമ്പോൾ ആരിൽ നിന്ന് സമീപിക്കും? മണി ലെൻഡേഴ്സിനെ സമീപിക്കും. അവർ എന്ത് ചെയ്യും? പൈസ കൊടുത്ത് സഹായിക്കും. അങ്ങനെയുള്ളവർ എന്തായിരിക്കും? ബിസിനസ്മാൻ അല്ലേ? അവർക്ക് നല്ല ഹൈ സ്റ്റാറ്റസ് കാണില്ലേ അവരുടെ ലൊക്കാലിറ്റിയിൽ, അല്ലെങ്കിൽ അവരുടെ ദേശത്ത് അവർക്ക് നല്ല എന്തുണ്ട്? സമൂഹത്തിൽ നല്ല പൊസിഷൻ ഉണ്ട്. അവരെ വിളിച്ച പേരാണ് സേതി എന്ന് പറയുന്നത്. അടുത്ത ഗൃഹപതീസ് ആൻഡ് സേതീസ്, എസ്പെഷ്യലി സേതി. ഗൃഹപതീസ് വേർ വെരി വെൽത്തി. ഗൃഹപതിയാണ് എന്ത്? കുറച്ചുകൂടെ എന്തുള്ളത്? നല്ല വെൽത്തി ആയിട്ടുള്ളത് ആർക്കാണ്? ഗൃഹപതിക്ക്. ലോട്ട് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പവർ. ഇവർക്ക് ഇഷ്ടംപോലെ എന്ത് കിട്ടിയിരുന്നോ? സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പവർ എന്ന് പറയുമ്പോൾ അധികാരം ലഭിച്ചിരുന്നു. They were set apart from the common people, but their prosperity of social status. ഇവർക്ക് ധാരാളം എന്തും ലഭിച്ചിരുന്നു? സോഷ്യൽ സ്റ്റാറ്റസും ലഭിച്ചിരുന്നു. മനസ്സിലായോ? They were set apart from the common people. സാധാരണക്കാരായ ഇവർക്ക് എങ്ങനെയാണ്? സാധാരണക്കാരെക്കാളും they were set apart from the common people, but their prosperity of social status. ഇവർക്ക് സാധാരണക്കാരുടെ ഇടയിൽ വളരെയധികം എന്ത് ലഭിച്ചിരുന്നു? സോഷ്യൽ സ്റ്റാറ്റസ്.
മനസ്സിലാവുന്നുണ്ടോ? സമൂഹത്തിലുള്ള ആൾക്കാർ ഇവരെ എന്ത് ചെയ്തു? വളരെയധികം പൊസിഷനിലുള്ള വ്യക്തിയായിട്ട് പരിഗണിച്ചിരുന്നു. അത് ആരൊക്കെയാണ്? സേതിയെയും അതുപോലെ ഗൃഹപതി. അതാ പറയുന്നത് സേതി എന്ന് പറയുന്നതും ഗൃഹപതി എന്ന് പറയുന്നതും വളരെയധികം സമൂഹത്തിൽ വളരെയധികം വില അല്ലെങ്കിൽ എന്താണ് പൊസിഷൻ വഹിച്ചിരുന്ന വ്യക്തിത്വത്തിന് ഉടമകളായിരുന്നു. സേതി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഗൃഹപതി എന്ന് പറയുന്നതും വെരി വെൽത്തി പേഴ്സൺസ് ആണ്. വെരി വെൽത്തി പേഴ്സൺസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ജനപദാസ് ആണ്. ജനപദാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ? മാച്ച് ദ ഫോളോയിങ്. രണ്ടാമത്തത് സ്റ്റാറ്റസ് ഓഫ് ശൂദ്രാസ്. മൂന്നാമത്തത് ജാതിയും വർണ്ണയും തമ്മിലുള്ള വ്യത്യാസം. അത് നാലാമത്തത് 16 ജനപദാസ് ഏതൊക്കെയാണ് നമ്മൾ അക്കമിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഗൃഹപതിയും സേതിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ജനപദാസ് ഒരിക്കൽ കൂടെ നോക്കിക്കേ. അംഗ, മഗധ, വാജി. പിന്നെ എന്താണ്? മല്ലാസ്, കാശി, കോസ, മത്സ്യ, ശൂരസേന, കുരു, പാഞ്ചാല, പിന്നെ ഗാന്ധാര, കംബോജ, അവന്തി, ചേതി, പിന്നെ എന്താണ്? അശ്മകം, കംബോജ. ഇത്രയുമാണ് 16 ജനപദാസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. അംഗ, മഗധ, വാജി. അംഗ, മഗധ, വാജി 3 വെച്ച് പഠിക്കുക. എല്ലാം ഒന്നും പഠിക്കാൻ കഴിയില്ലെങ്കിലും 3 വെച്ച് പഠിക്കുക. അംഗ, മഗധ, വാജി. അത് കഴിഞ്ഞിട്ട് മല്ലാസ്, കാശി, കോസല. മല്ലാസ്, കാശി, കോസല. പിന്നെ എന്താണ്? വത്സ്യ, കുരു, പാഞ്ചാല. വത്സ, കുരു, പാഞ്ചാല. പിന്നെ മത്സ്യ, ശൂരസേന, ഗാന്ധാര. മത്സ്യ, ശൂരസേന, ഗാന്ധാര. പിന്നെ കംബോജ, അവന്തി, ചേതി, അശ്മക. ലാസ്റ്റത്തത് 4 വെച്ച് പഠിക്കുക. കംബോജ, അവന്തി, ചേതി, എന്താണ്? അശ്മക. ഇങ്ങനെ 16 ജനപദാസാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ ജനപദാസും മഹാജനപദാസും. ജനപദാസും മഹാജനപദാസും. ഇവിടെ പറയുന്നത് കാശിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാരണാസിയാണ്. അങ്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചമ്പയാണ്. വാജിയുടേത് വൈശാലി, വത്സ്യയുടേത് കൗസാംബി. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? സ്റ്റാറ്റസ് ഓഫ് പീരീഡ്. അല്ലെ, ആരുടെ സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കിയത്? ശൂദ്രന്മാരുടെ. അല്ലെ, ശൂദ്രന്മാരുടെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു? അവരുടെ രീതികളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് സേവിച്ചിരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നന്നായിട്ട് എന്ത് ചെയ്യുക? ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് നന്നായിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക് എല്ലാം ഓക്കെ ആയിരിക്കും. നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ ക്ലാസ് ഒന്നും കേൾക്കാതെ അല്ലെങ്കിൽ ക്ലാസ് ഒന്നും കാണാതെ എക്സാം ഹാളിൽ നമുക്ക് പോയിരുന്ന എല്ലാം നമുക്ക് മറയായിട്ട് തോന്നുള്ളൂ. അപ്പൊ ഈ ക്ലാസ് ഒന്ന് കണ്ടതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു കഴിയുന്ന കുട്ടിക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ചെയ്യാനായിട്ടുള്ളത് മടി കാണിക്കാതെ എല്ലാ ദിവസവും റിവിഷന് പ്രാധാന്യം കൊടുക്കാം. പഠിച്ചത് തന്നെ റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും പഠിക്കുക. അതുപോലെ പുതിയ പുതിയ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക? പഠിക്കുക. പുതിയ ചാപ്റ്റേഴ്സ് വരുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യുക? പഠിക്കാൻ ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കാം. മാർക്ക് ചെയ്ത് പഠിക്കുക. നമുക്ക് പഠിക്കാനായിട്ട് വേറെ വേറെ വഴികളെ നമുക്ക് കണ്ടെത്താം. ഒരു വഴി മാത്രമല്ല. ചില കുട്ടികൾക്ക് നടന്നുകൊണ്ട് പഠിക്കുന്ന ഇഷ്ടമായിരിക്കും. ചിലവർക്ക് എന്താണ്? ഇരുന്നും കൊണ്ട് പഠിക്കുന്ന ഇഷ്ടമായിരിക്കും. ചിലവർക്ക് രാവിലെ ഏർലി മോർണിംഗ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരുപാട് വൈകി രാത്രി പഠിക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ആയിട്ട് ചോയ്സ് ആണ്. നമുക്ക് എങ്ങനെ പഠിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ റിസൾട്ടാണ് നമുക്ക് മെയിൻ. അല്ലെ, എങ്ങനെ വേണോ നമുക്ക് പഠിക്കാം. അല്ലെ, ചിലപ്പോൾ ഒരു പാസേജ് ഫുൾ ഒരു ദിവസം പഠിക്കുന്നവരുണ്ട്, ഒരു വരി പഠിക്കുന്നവരുണ്ട്. പക്ഷെ അത് ഒരു വരി പഠിക്കുന്നവനും പാസേജ് ഫുള്ള് പഠിക്കുന്നവനും എങ്ങനെയാണ്? അവരുടെ ടൈം എന്ത് ചെയ്യുക? നോക്കി പഠിക്കുക. ഒരു വരി പഠിക്കുന്നവൻ ചിന്തിക്കണം, എനിക്കിനി അടുത്ത ദിവസവും എന്ത് ചെയ്യുക? കുറച്ചുകൂടെ എഫോർട്ട് എടുത്താലേ അടുത്ത ഫുൾ പാസേജും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ അവരവരുടെ കഴിവിനനുസരിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. അല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് വലിയൊരു ബേർഡനായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ എന്താണ് ചുമലിൽ ഒരു വലിയ ഭാരം എടുത്തു വെച്ചതുപോലെ നമുക്ക് തോന്നും. പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ല. പിന്നെ നമുക്ക് ഇത് കാണുമ്പോഴേ ഈ വിഷയത്തോട് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനോട് അല്ലെങ്കിൽ ഒന്നും വേണ്ട പഠനത്തോട് തന്നെ ഒരു വെറുപ്പ് നമുക്ക് തോന്നും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനാണ് എന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറയുന്നതും അതുപോലെ തന്നെ നിങ്ങളോട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതും ഒക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിക്കുക. അതുപോലെ തന്നെ തരുന്ന ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക? കേൾക്കുക. ചിലപ്പോൾ ക്ലാസ് വൈഡായി കാണാം. ചിലപ്പോൾ നല്ല വലിയ ക്ലാസ് ആയിരിക്കാം. പക്ഷെ അതിനനുസരിച്ച് കണ്ടന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ക്ലാസ് വൈഡ് ആകുന്നത്. എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഷോർട്സ് പോലെ കണ്ടു കഴിയുന്ന ക്ലാസ്. പക്ഷെ ആ ഷോർട്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ വസ്തുതയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത്, ഞങ്ങളുടെ ക്ലാസ് ആണ്, അത് ഞാൻ തന്നെ എത്രത്തോളം എന്ത് ചെയ്യുക? മാക്സിമം ഞാൻ തന്നെ പഠിക്കണം. അല്ല എനിക്ക് വേണ്ടി വേറൊരാൾക്ക് പഠിച്ചെഴുത്തരാനായിട്ട് കഴിയില്ല. ഞാൻ തന്നെ പഠിച്ചാൽ മാത്രമേ എനിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് മാത്രം മനസ്സിലൊന്ന് ഫിക്സ് ചെയ്യുക.
എന്നിട്ട് ഈ ഒരു പോർഷൻസ് എടുത്ത് വെച്ച് ഓരോ ദിവസവും ഓരോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോകുക. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ന് പഠിപ്പിച്ച 13 യൂണിറ്റ് 13 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു പാഠമാണ് അല്ലെ. എന്താണ് ആ 16 ജനപദാസം ഒന്ന് പഠിക്കണം. അത് ആ ഓർഡറിൽ പഠിക്കാൻ പറ്റാത്തവർക്ക് വല്ല കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കാനായിട്ട് കഴിയും. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു കോഡ് നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ 16 എണ്ണത്തിൽ ഒരെണ്ണം പോലും വിടാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് 60 ജനപദാസ് എന്ന് തന്നെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അംഗ, മഗധ, വാജി ഇത് 3 ആദ്യം പഠിക്കാം. മല്ലാസ്, കാശി, എന്താണ് കൗസല. അടുത്ത് വീണ്ടും വത്സ, കുരു, പാഞ്ചാല, മത്സ്യ, ശൂരസേന. ഈ ഇസ് എന്നൊക്കെ വരുന്നതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഗാന്ധാര, കമ്പോജ, അവന്തി, ചേതി, അതുപോലെ തന്നെ അസ്മക. ഇങ്ങനെ എന്ത് ചെയ്യുക ഓരോന്നായിട്ട് പഠിച്ച് സെറ്റായി പോകുക. പിന്നെ റിവിഷൻ ചെയ്യുക. എല്ലാ ദിവസവും ഓരോന്നും പഠിച്ചങ്ങ് പോകും. പക്ഷെ പിന്നെ എന്ത് ചെയ്യില്ല, അതിനെപ്പറ്റി ഓർക്കില്ല, അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കൂല, അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കാതിരുന്ന പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും മറന്നു പോകും. അപ്പൊ ചെയ്യാനുള്ളത് ഇന്ന് പഠിച്ച പാഠം വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മുടെ ജനപദാസിന്റെ ഒരു ക്യാപിറ്റലും ജനപദാസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചും മറിച്ചും കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഫ്ലോ ചാർട്ട് ആക്കി. രണ്ടാമത്തേത് എങ്ങനെയാണ് നമ്മുടെ ശൂദ്രാസിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു. അടുത്തത് ജാതി ഞാൻ പറഞ്ഞു, ജാതി എന്ന് പറയുന്നത് പെർമനന്റ് ആണ് അല്ലെ. ജാതി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്. വർണ്ണ എന്ന് പറയുമ്പോൾ എങ്ങനെ ഓക്യുപ്പേഷൻ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ജാതി എങ്ങനെ ബോൺ ആണ്, ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നത് ബൈ ബർത്ത് ആണ്. വർണ്ണ എന്ന് പറയുമ്പോൾ എന്താണ് ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ. അവിടെ അത്ര നമ്മൾ നോക്കി. പിന്നെ 16 ജനപദാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്രഹപതിയും ചെയ്തു. ഗ്രഹപതി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പാലി ലിറ്ററേച്ചറിൽ നിന്ന് വന്നതാണ്. ഒരുപാട് ഓണർഷിപ്പും അതുപോലെ തന്നെ ഒരുപാട് സ്വത്തും സമ്പാദ്യങ്ങളും ഉള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ നല്ല ഒരു ലാൻഡ് ഫോമേഴ്സിനെയും അതുപോലെ നല്ല ഒരു സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തിയാണ് ഗ്രഹപതി എന്ന് നമ്മൾ വിളിച്ചത്. മെമ്പർ ഓഫ് മെർച്ചന്റ് ബിൽഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. സേതി എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ലെവൽ ബിസിനസ് മാനെയാണ് സേതി എന്ന് വിളിച്ചത്. പിന്നെ ഗ്രഹപതിയും സേതിയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അവർക്ക് അതിൻ്റെതായ പൊളിറ്റിക്കൽ പവറും അതുപോലെ തന്നെ അതിൻ്റെതായ സോഷ്യൽ സ്റ്റാറ്റസും അവർക്ക് ലഭിച്ചിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും സംശയമുള്ളവർ, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്കും ഈ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പരീക്ഷ വരുന്നുണ്ട്, അപ്പൊ നന്നായിട്ടൊന്ന് പഠിക്കാം. അടുത്ത് പുതിയൊരു ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.